നൂറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്ന് തലമുറകളുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ പള്ളിയോടമേറിയാണ് ആ വരവ്. ഭഗവാന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് അതിനൊത്ത വിഭവങ്ങളുമായാണ് പമ്പയിലൂടെ തോണി തുഴഞ്ഞെത്തുക. തിരുവോണനാളിൽ പുലർച്ചെയാണ് തിരുവോണത്തോണി ക്ഷേത്രക്കടവിലെത്തുന്നത്. കാട്ടൂർ മനയിലെ ഭട്ടതിരിമാർ കാലങ്ങളായി തിരുവോണനാളിൽ നമ്പൂതിരിമാർക്ക് സദ്യ ഊട്ടാറുണ്ടായിരുന്നു. എന്നാൽ ഒരോണനാളിൽ ആരും എത്താതിരുന്നതോടെ ഭട്ടതിരി സങ്കടത്തിലായി. ആരുടെയും മനം നിറയ്ക്കാനായില്ലല്ലോ എന്ന ദുഃഖം അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥനയിലൂടെ പങ്കുവച്ചു. ഒടുവിൽ അത് സംഭവിച്ചു. ഒരു ബ്രാഹ്മണ ബാലൻ വന്ന് ഞാൻ കുളിച്ചിട്ട് വരാം, ഭക്ഷണം വിളമ്പിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കുളിച്ചിട്ട് വന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എനിക്ക് തൃപ്തിയായി എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയും അതിനുശേഷം അന്ന് രാത്രിയിൽ ഭട്ടതിരിക്ക് ഈ വന്നത് തിരുവാർമളയപ്പനാണെന്നും ചിങ്ങത്തിലെ തിരുവോണത്തിന് സദ്യയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആറന്മുള ക്ഷേത്രത്തിൽ എത്തിക്കണമെന്നും അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടാവുകയും ഉരലിൽ കുത്തിയെടുത്ത അരി, കാട്ടൂർ ദേശത്ത് വിളഞ്ഞ പച്ചക്കറിയും കദളിക്കുലയും ഗ്രാമീണ തനിമ നിറയുന്നതുകൂടിയാണ് തിരുവോണത്തോണി. തിരുവോണത്തോണിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനായി വിവിധ ദേശക്കാർ തോണിയിൽ തുടങ്ങിയ യാത്രയാണ് പള്ളിയോടം എന്ന വിശേഷണത്തിൻ്റെ തന്നെ അടിസ്ഥാനം. ഉത്രാടനാളിൽ വൈകുന്നേരം കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പാട്. പമ്പയിലൂടെ യാത്ര ചെയ്ത് ക്ഷേത്രക്കടവിലെത്തും. ആചാരപരമായ സ്വീകരണമാണ് പിന്നീട്. കിടാവിളക്കിലേക്കുള്ള ദീപം കൈമാറുന്ന ഭട്ടതിരി മുൻപിലും കദളിക്കുല അടക്കം വിഭവങ്ങളുമായി ദേശക്കാർ പിന്നാലെയും വടക്കേ നട വഴി ക്ഷേത്രത്തിൽ പ്രവേശിക്കും. ഓണസദ്യ കഴിച്ച് അത്താഴപൂജ തൊഴുത് കാണിക്ക അർപ്പിച്ച ശേഷമാകും മങ്ങാട്ട് ഭട്ടതിരിയുടെ മടക്കം.